ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോർ സ്ട്രെങ്തനിങ്ങിനെ കുറിച്ചിട്ടാണ്. കോർ സ്ട്രെങ്തനിങ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നൊരു കാര്യം ഫ്ലാറ്റ് ആബ്സ് ആണ്. കോർ മസിൽസ് എന്ന് പറയുന്നത് നമ്മുടെ അബ്ഡോമിനൽ മസിൽസ് മാത്രമല്ല, ബാക്ക് മസിൽസ്, ഗ്ലൂട്ട് മസിൽസ്, പെൽവിക് ഫ്ലോർ മസിൽസ് ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് കോർ മസിൽസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കോർ മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ ഓവറോൾ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഡേ ടു ഡേ ലൈഫിലുള്ള മൂവ്മെൻറ്റ്സിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യുന്നു. അപ്പോൾ നമുക്കിന്ന് എങ്ങനെയാണ് കോർ മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യുന്നത് എന്ന് നോക്കാം. കോർ സ്ട്രെങ്തനിങ്ങിന് വേണ്ടിയിട്ട് ഞാനിന്ന് 3 ആസനാസാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. 1 ഫലകാസൻ, 2 വസിഷ്ഠാസൻ, 3 പൂർവ്വ ഉത്താനാസൻ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എങ്ങനെയാണ് ഫലകാസൻ ചെയ്യുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ടേബിൾ ടോപ്പ് പൊസിഷനിലേക്ക് വരിക. കാലുകൾ ബെൻഡ് ചെയ്ത് മുട്ടുമടക്കി ടേബിൾ ടോപ്പ് പൊസിഷനിൽ ഇരിക്കുക. നമ്മൾ കൈകൾ ശ്രദ്ധിക്കേണ്ടത് കൈയുടെ വിരലുകൾ നന്നായി സ്പ്രെഡ് ചെയ്ത് വെക്കണം. അതിനുശേഷം റൈറ്റ് ലെഗ് ബാക്കിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്നു. ലെഫ്റ്റ് ലെഗ് ഓൾസോ ബാക്ക്, ബോഡി സ്ട്രെയിറ്റ് ലൈൻ. ഈ പൊസിഷനിൽ നിൽക്കുമ്പോൾ നമ്മുടെ നീ താഴേക്ക് ബെൻഡ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടായിരിക്കും. അതുകൊണ്ട് നമ്മളുടെ കാലിൻ്റെ മസിൽസിനെ എൻഗേജ് ചെയ്യുക. കോർ മസിൽസ്, നമ്മുടെ അബ്ഡോമിനൽ മസിൽസിനെ ടൈറ്റ് ചെയ്ത് പിടിച്ചുകൊണ്ട് ഹോൾഡ് ചെയ്യുക. നമ്മൾ ഹോൾഡ് ചെയ്യേണ്ടത് ഒരു 10 കൗണ്ട് ഹോൾഡ് ചെയ്യാൻ ശ്രമിക്കുക. 1 2 3 4 5 6 7 8 9 10. ഇനി സ്ലോലി നീ ബെൻഡ് ചെയ്ത് ശശാങ്കാസനയിൽ റിലാക്സ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ചെയ്തത് പ്ലാങ്ക് പോസ്റ്റർ, അതായത് ഫലകാസൻ. ഓക്കെ, നമ്മൾ രണ്ടാമത് ചെയ്യുന്നത് വസിഷ്ഠാസന. അതിനുവേണ്ടി സൈഡ് ചെരിഞ്ഞിരിക്കുക, കാലുകൾ സ്ട്രെയിറ്റ് ചെയ്ത് വയ്ക്കുക. നമ്മുടെ റൈറ്റ് ഹാൻഡ് ഷോൾഡറിന് താഴെയാണ് വരേണ്ടത്. ഷോൾഡറിന് താഴെ വരുന്നതാണ് കറക്റ്റ് അലൈൻമെൻറ്റ്. അതിനുശേഷം കൈ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സൈഡ് പ്ലാങ്ക് വസിഷ്ഠാസനയിലേക്ക് വരാം. ഈ പൊസിഷനിൽ നിൽക്കുമ്പോൾ നമുക്ക് ബാലൻസ് പ്രോബ്ലം ഉണ്ടെങ്കിൽ കാല് താഴെ വെച്ചുകൊണ്ട് സപ്പോർട്ട് ചെയ്യാം, ഹോൾഡ് ചെയ്യുക. കംഫർട്ടബിൾ ആണെങ്കിൽ നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് മുകളിലേക്ക് ഉയർത്താം. മാക്സിമം നമ്മുടെ ഹിപ്പ് മുകളിലേക്ക് ഉയർത്തി നിൽക്കാൻ ശ്രമിക്കുക. ഹിപ്പ് ബാക്കിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യരുത്. ഹിപ്പ് സ്ട്രെയിറ്റ് ആയിട്ട് മുകളിലേക്ക് ഉയർത്താൻ ശ്രമിക്കുക. ഹോൾഡ് ചെയ്യുക. 1 2 3 4 5 6 7 8 9 10 and slowly hip down. ഇപ്പോൾ നമ്മൾ ചെയ്തത് വസിഷ്ഠാസന. ഇത് നമ്മൾ 10 കൗണ്ടാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. ഇതേപോലെ ഒരു 3 സെറ്റ് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇതേപോലെ തന്നെ ഇതിൻ്റെ റൈറ്റ് സൈഡ് ചെയ്തു. ഇപ്പോൾ നമ്മൾ ഇനി ലെഫ്റ്റ് സൈഡ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് ടേൺ ചെയ്തിരിക്കുക. ലെഫ്റ്റ് ഹാൻഡ് ഷോൾഡറിന് താഴെയായിരിക്കണം പാംസ് വെക്കേണ്ടത്. അതിനുശേഷം കാലുകൾ സ്ട്രെയിറ്റ് ചെയ്തതിന് ശേഷം സപ്പോർട്ട് ചെയ്തുകൊണ്ട്, കൈ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വസിഷ്ഠാസനയിലേക്ക് വരാം. കംഫർട്ടബിൾ ആണെങ്കിൽ റൈറ്റ് ഹാൻഡ് മുകളിലേക്ക് ഉയർത്തുക. ഹിപ്പ് മാക്സിമം മുകളിലേക്ക് ഉയർത്തി നിൽക്കാൻ ശ്രമിക്കുക. ഹോൾഡ്. 1 2 3 4 5 6 7 8 9 10 and slowly hip down, relax. ഇപ്പോൾ നമ്മൾ ചെയ്തത് വസിഷ്ഠാസൻ. അടുത്ത ഒരു പോസ് നമ്മൾ ചെയ്യാൻ പോകുന്നത് പൂർവ്വ ഉത്താനാസന. അതിനു വേണ്ടിയിട്ട് കാലുകൾ സ്ട്രെയിറ്റ് ചെയ്തിരിക്കുക. കൈകൾ ഹിപ്പിന് ബാക്കിലായിട്ട് വേണം വയ്ക്കാൻ. ഒരു 1 arm ഡിസ്റ്റൻസ് ആദ്യം മെഷർ ചെയ്തെടുക്കുക. അതിനുശേഷം കൈകൾ ബാക്കിൽ പാംസ് പതിച്ചു വയ്ക്കുക. 2 കാലും ബെൻഡ് ചെയ്യുന്നു. ഇനി ഇൻഹെയിൽ ചെയ്തുകൊണ്ട് ഹിപ്പ് വളരെ സ്ലോലി മുകളിലേക്ക് ഉയർത്താം. കംഫർട്ടബിൾ ആണെങ്കിൽ മാത്രം ഹെഡ് ബാക്കിലേക്ക് ഡ്രോപ്പ് ചെയ്യുന്നു. മാക്സിമം ബോഡി മുകളിലേക്ക് ഉയർത്തി നിൽക്കാൻ തന്നെ ശ്രമിക്കുക. ഒരു 10
കൗണ്ട് ഹോൾഡ് ചെയ്യുക. 1 2 3 4 5 6 7 8 9 10 and slowly hip down and relax. ഇപ്പോൾ നമ്മൾ 3 പോസ്റ്റേഴ്സാണ് കോർ സ്ട്രെങ്തനിങ്ങിന് വേണ്ടി ചെയ്തത്. ഈ 3 വളരെ ഇഫക്റ്റീവാണ് കോർ സ്ട്രെങ്തനിങ്ങിന്. അതുപോലെ തന്നെ നമ്മൾ ഇത് ചെയ്യുമ്പോൾ ആദ്യത്തിൽ ഇനീഷ്യൽ സ്റ്റേജിൽ ഒരു 10 കൗണ്ട് ചെയ്യാം. അതിനുശേഷം ഒരു 30 കൗണ്ട് വരെ നിങ്ങൾക്ക് ഇൻക്രീസ് ചെയ്യാവുന്നതാണ്. അങ്ങനെ ഒരു 3 സെറ്റ് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. ഈ ഒരു 3 സെറ്റ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ കോർ സ്ട്രെങ്തനിങ്ങിൽ വളരെ ചേഞ്ചസ് ഫീൽ ചെയ്യും. ഒരു 1 മന്ത് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ. ഇതുപോലുള്ള യോഗ വീഡിയോസും ടിപ്സുകളുമായി അടുത്ത എപ്പിസോഡിൽ കാണുന്നത് വരെ നന്ദി, നമസ്കാരം.